മക്കൾ എല്ലാ കാര്യങ്ങളും വീട്ടിൽ വന്ന് തുറന്നു പറയുകയാണെങ്കിൽ എന്ത് രസമായിരിക്കും അല്ലേ? ചില കുട്ടികൾ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ സ്കൂളിലെ വിശേഷങ്ങൾ മഴ പെയ്യുന്ന പോലെ ചറവറാന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ രക്ഷിതാക്കൾ അത് ശ്രദ്ധിക്കുകയില്ല. അവർ ഫോണിലോ മറ്റു പല പണിയിലോ ആയിരിക്കും. കുട്ടികൾ അച്ഛൻ്റെ മുഖം പിടിച്ച് വലിച്ചിട്ടൊക്കെയാണ് പല കാര്യങ്ങളും പറയാം. കുറേ പറഞ്ഞിട്ടും അത് ശ്രദ്ധിക്കാതാവുന്ന സമയത്ത് നിസ്സംഗഭാവവും പ്രതികരണമില്ലായ്മയും ആകുമ്പോൾ കുട്ടികൾ പറച്ചിൽ നിർത്തും. കുട്ടികൾ ഷെയറിംഗ് അവസാനിപ്പിക്കാനുള്ള ഒന്നാമത്തെ കാര്യം ഇതാണ്: രക്ഷിതാക്കൾക്ക് കേൾക്കാൻ താല്പര്യമില്ല, ക്യൂരിയോസിറ്റി ഇല്ല, നിസ്സംഗഭാവമാണ്. ചില രക്ഷിതാക്കൾക്ക് കേൾക്കാനൊക്കെ താല്പര്യം ഉണ്ടാവും, പക്ഷെ അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തിനാ അങ്ങനെ ചെയ്തത്, എന്തിനാ ഇങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞ് ഷൗട്ട് ചെയ്യും. അപ്പൊ കുട്ടികൾ പറച്ചിൽ നിർത്തും. ഈ ഷൗട്ട് ചെയ്യുന്ന, ചീത്ത പറയുന്ന സ്ഥലത്താണ് കുട്ടികൾ നുണ പറഞ്ഞ് പഠിക്കാൻ തുടങ്ങുന്നതും. ചില രക്ഷിതാക്കൾക്ക്, അച്ഛനമ്മമാർക്ക് വിഷമകരമായ കാര്യങ്ങൾ തീരെ കേൾക്കാൻ കഴിയില്ല. അവർക്ക് സങ്കടവും ഭയവും കൂടുതൽ വരും. അപ്പൊ കുട്ടികൾ മനസ്സിലാക്കും, വീട്ടിലത് പറയാൻ പറ്റൂല, അമ്മക്കും അച്ഛനും അത് സങ്കടമാവും, വിഷമാവും, അങ്ങനെയും പറച്ചിൽ നിർത്തും. ഈ 3 കാര്യങ്ങൾ കൊണ്ടാണ് കുട്ടികൾ ഷെയറിംഗ് വീട്ടിൽ അവസാനിപ്പിക്കുന്നത്. എനിക്ക് എൻ്റെ വീട്ടിൽ എന്തും തുറന്നു പറയാം എന്നൊരവസ്ഥയിലേക്ക് ഒരു കുട്ടി എത്തിക്കഴിഞ്ഞാൽ, കുട്ടികൾക്ക് മകൾക്കൊരു ലവ് ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ പോലും അത് വീട്ടിൽ വന്ന് ഷെയർ ചെയ്യുക നിങ്ങളോടായിരിക്കും. അപ്പോൾ നല്ല ഒരു ഷെയറിംഗ് കൾച്ചർ നമ്മുടെ വീട്ടിൽ വളരട്ടെ.